വഴക്കിനൊന്നും അല്ല പോണത്. എന്താ വരാത്തേന്ന് അന്വേഷിക്കാനാ. റെഡിയായിരിക്കാണ് നാക്കും തുളച്ചോണ്ട്. ചെരുപ്പൊക്കെ അലങ്കോലമായിട്ടാണല്ലോ കിടക്കുന്നത്. നിങ്ങളെന്നാ അങ്ങോട്ട് വരാത്ത? അവിടെ ഉണ്ട് വാനില. അവന് എന്നെ കാണുമ്പോ പിടിക്കൂല. ആർക്ക്? അവന്റെ മാപ്പിളയ്ക്ക്. മാപ്പിളക്കാ? ഇറങ്ങി. അവന് എന്നെ കാണുമ്പോ പിടിക്കൂല. തന്നല്ലേ. നമുക്ക് അങ്ങോട്ട് പോയി നിക്കാം. ഇവിടെ കൊതുക് കാണും. വാ. കടുവയെ പിടിച്ച കിടിവയെ കണ്ടോ ഈ മുഖത്ത്? എവിടെ പോവാനിരിക്കണ ഒരുങ്ങി സുന്ദരിയായിട്ട്? ഞാൻ എന്റെ വീട്ടിലോട്ട് വരണില്ലേ? അവനെ കാണുമ്പോ പിടിക്കില്ല. നിങ്ങളുടെ ഈ മുഖവും നിങ്ങളുടെ സംസാരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ. എന്റെ പിന്നെ വില കുറഞ്ഞിട്ടില്ല. പൗഡർ വില കുറഞ്ഞെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ. ഗവൺമെന്റ് പൗഡറിന് വില കുറച്ചിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇത് പൗഡർ കുറച്ചും കൂടെ കുറഞ്ഞു പോയി. ഇത്തിപ്പുരം കൂടെ പൗഡർ ഇടാത്തത് വേണ്ട വേണ്ട. കൂടുതലായ അയ്യം തന്നല്ലേ. അപ്പൊ അതറിയാം, ബോധ്യമുണ്ട്. പൗഡർ കൂടുതലായ അയ്യോ എന്നുള്ള ബോധ്യമായ അയ്യം. അത് കറക്റ്റാ. അതുകൊണ്ട് അത് അറിയാവുന്നതുകൊണ്ട് കറക്റ്റ് ഇട്ടിട്ടുള്ളൂ. കൂടുതൽ ഒരുത്തുപുരം പോലും അയ്യോ. ഞാൻ പറ്റിയല്ല. അങ്ങ് പോ. കാര്യം എന്ത്? അവന് കാണുമ്പോ പിടിക്കില്ല. അതിങ്ങനെ പൗഡർ ഇട്ട് ആർക്കും പിടിക്കൂല. നിങ്ങൾ ഇത്തിരി സൗവൃത്തിക്കൊക്കെ നിൽക്കാതെ കരിയിട്ട് പൗഡർ ഇട്ടേക്കാൻ നേരത്തെ ഇങ്ങനെ തന്നെ. ഇങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് വരില്ല. വരൂലേ? കാര്യം അവന് എന്നെ പിടിക്കൂല. കാര്യം ബാക്ടീരിയ പൂയനാള്. പൂയനാളി തന്നെ കാര്യം. പൂയനാള് തന്നെ. പൂയനാളും പൂരനാളും തമ്മിൽ ചേരൂല. പൂയനാള് തന്നെ. എന്റെ പൂരനാള് അപ്പൊ ചേരൂല. പൂരനാളുമായിട്ട് ചേരൂലേ നിങ്ങള്? പൂരനാള് ചേരോ? പിന്നെ എന്ത് നിങ്ങളെ മോനുമായിട്ട് ചേരാത്ത? എന്റെ തമാസം പിടിക്കൂലേ? എനിക്ക് നിങ്ങളെ തമാശ പിടിക്കൂല. തമാസം പിടിക്കൂല. അപ്പൊ ഇനി വരുമോ? ഈ പൗഡർ ഒന്ന് തേച്ച് മിനിക്കിയിരുന്നെങ്കിൽ ചന്തം കുറഞ്ഞ അല്ല കൂടിയാനെ. പൗഡർ ഒന്ന് കുറയ്ക്ക്. തേച്ച് പറ്റില്ല. ഇപ്പൊ കുറയും. പൊട്ടും കൂടെ മായി. ഇല്ല പൊട്ടൊക്കെ പൊട്ടി. പൊട്ടിന്റെ വള്ളി ആരിട്ട പൊട്ട്? എന്തിട്ടിട്ട്? പൊട്ട്. പൊട്ടിലൊരു വള്ളി വന്നിരിക്കുന്നു. ഇങ്ങനെ യു വരുമ്പോഴൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വരച്ചിട്ട്. ശരി തന്നെ. എന്റെ ഓർമ്മയിലിട്ടേരിക്കും. ഞാൻ പോണമ്മ. എനിക്ക് ജോലിയുണ്ട്. എനിക്ക് നിങ്ങളെ പുറകെ നടക്കാൻ നേരമില്ല. ആ കവറിൽ എന്തൊരു വന്നേ അച്ചോണ്ട് വന്ന? കവറില് നല്ല മുഴുത്ത കൊഞ്ച്, നല്ല മുഴുത്ത നവര, എല്ലാം നല്ല മുഴുത്തത്. നിങ്ങൾ ഇവിടെ ഇരിക്കണോണ്ട് നിങ്ങൾക്ക് വേണ്ടല്ല. അപ്പൊ ഞാൻ പോയി വച്ച് തിന്നാൻ പോകും. എന്തൊരു കൊഞ്ച്? നല്ല മുഴുത്ത വലിയ കൊഞ്ച്. ഒരു കഞ്ച് നിങ്ങൾ അത്ര. അല്ല, നിങ്ങൾ വരണില്ല. നിങ്ങളെ മോനുമായിട്ട് ചേരണില്ല എന്ന് പറഞ്ഞു. ഞാൻ വരും. അല്ല, നിങ്ങൾ ചേരണില്ല എന്ന് പറഞ്ഞു മോനുമായിട്ട്. അവൻ ദേഷ്യം. പിന്നെ ചേരോ? മീനുമായിട്ട് ചേരും. പക്ഷേ അതും ശരിയാണ്. നീയായിട്ടല്ലേ ചേരാതുള്ളൂ. മീനുമായിട്ട് ചേരുമല്ലോ. ഇനിയിപ്പോ മീൻ ഇറക്കാൻ പോണോണ്ട് വരാം. ഞാനാണ് കൊഞ്ച് നുള്ളണത്. അപ്പൊ എന്ത്? നീയാ കൊഞ്ച് നുള്ളണം. ഞാനാണ് കൊഞ്ചിനെ നുള്ളണം. നിങ്ങൾക്ക് നുള്ളാൻ അറിയാം? എനിക്ക് അറിയാം. എങ്കിൽ പിന്നെ നമുക്ക് നുള്ളിക്കാം. ഒന്ന് നുള്ളിക്കാം. ബാ കൊഞ്ച് നുള്ളിക്കാം. ബാ. ചേരാത്ത ഞാനും പൂരനാളും പൂയനാളും ചേരൂല. എന്തൊക്കെ കേട്ടാ ഒരു ദിവസം തീരും എന്റെ ശോഭനെ. ചേരാൻ പോവുകയാണ്.
അടിയാവുന്നു. ഞാൻ ചെരുപ്പിടുന്നത് 4 മണിക്കൂർ എടുക്കൂല്ലേ? എന്തിനാണ് കാണിക്കുന്നത്? ചെരുപ്പ് ഐ എം ദ ഡിസ്കോ ഡാൻസർ. കേട്ടിക്ക കേറൂല. അതെ 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 കാല്. ഒതുക്കി അങ്ങോട്ട് അതെ അതെ ഞാൻ കേറ്റോ. അയ്യോ ചെരുപ്പ് തന്നെ പോയി. അതെ ഞാൻ കാല് കയറ്റുവാണ് കേറ്റിയില്ല, ഇറങ്ങിപ്പോയി. വിരൽ ഒതുക്കി. നില്ല്. എത്തി. അയ്യോ ചെരുപ്പ് കൊടുക്കണില്ലേ എന്ന് ആൾക്കാർക്ക് പരാതി. ഒരു ചെരുപ്പിടാൻ കിടന്ന് പാടുവൊക്കെയാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കണം, വിരൽ ഒതുക്കി. ഇനി കയറ്റിയാണ്. വിരൽ ഒതുക്കിയാ അമ്മ നിങ്ങൾ ആ കമ്പിക്കല്ല ബലം കൊടുക്കേണ്ട, കാലിനാണ് ബലം കൊടുക്കേണ്ട. അടുത്തത് കേറി ബാ. ആട്ടെ, വിരൽ ഇങ്ങനെ ഒതുക്കി കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് ചെരുപ്പിടാൻ പറ്റും. പക്ഷെ ആ ഒതുക്കൽ എനിക്ക് പറ്റില്ല. അതാണ് പ്രശ്നം. എനിക്കത് പറ്റൂല. എന്റെ ഒതുക്കൽ ഇങ്ങനെ അല്ല. കാലെപ്പോഴും ഇങ്ങനെ ഇരിക്കണം. ശരി പഠിപ്പിച്ചത് മതിയല്ലോ. ഇനി നാളെ തൊട്ട് അത് അനുസരിക്കും. കൃത്യമായിട്ട് അങ്ങനെ തന്നെ ചെയ്യും. ആ ഉറപ്പ് പോരെ സുധീഷ്ണനെ? കൊഞ്ചു നുള്ളാനായിട്ട് പോവാണ്. അംഗത്തിനുള്ള പുറപ്പാടാണ്. ഇല്ല, നയസമ്പർക്ക പരിപാടി കഴിഞ്ഞിട്ട് വരണത്. ഇവരലയ്ക്കുന്നത് കേട്ടാ ഡോറയ്ക്ക് കലിയാണ്. ഇവരലയ്ക്കുന്നത് കേട്ടോണ്ടാണ് ഡോറടന്ന് വെള്ളം വെക്കണം. ഇവളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കുടുംബത്തിൽ സുരക്ഷിത. എനിക്കിപ്പോ തോന്നി തുടങ്ങി. അല്ലേ ഡോറെ? എന്നെ തുറന്നു വിടു കൂടമേ എന്ന് പറഞ്ഞാൽ ചില നേരം വെള്ളം വെക്കണം. അടുത്തത് എവിടെ പോണ് ചെപ്പൂട്ട്? കൂടിപ്പോയി കേട്ടോ. നിറച്ച് സ്കെച്ച്. എവിടെ പോണ? അതാ പോണ. ബോൾ എടുക്കണ്ട. ചേച്ചി ബോൾ വാ. മുയിമിന്നുള്ള പോണം. അകത്തൂടെ വാ കുഞ്ഞ, അകത്തൂടെ വാ മക്കളെ. അമ്മച്ചീതാ പോണ. ഇല്ല, ഞാൻ ഉരുളി എടുക്കട്ടെ. ഉരുളി എടുത്താലേ. ഞാനും കൂടെ കണ്ടോ. നമ്മള് കൊഞ്ചാണേ. 900 റുപ്പീസിന്റെ കൊഞ്ച. 900, അതായത് 2 കിലോ. 1000 രൂപയാണ് 100 രൂപ. ഇങ്ങനത്തെ ഇത് നമ്മളിവിടെ നവരേന്നാണേ പറയണേ. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഇമ്മിമ്മി കളക്ഷനേ. ഈ ഇമ്മിമ്മിക്ക് ഇന്നലെ ഞാന് വ്യാഴാഴ്ച ഹനുമാൻ കോവിൽ ക്ഷേത്രത്തിൽ പോകും. ഹനുമാൻ കോവിലും പോവും, കൃഷ്ണകോവിലും പോകും. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് മരുതൂര് ചന്തയിൽ കൊണ്ട സമയം കഴിഞ്ഞോട്ട് ഞാൻ വിചാരിച്ചു ഭഗവാനെ ഏതെങ്കിലും വണ്ടി കിട്ടിയെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോണ്ട് ഇതിന്റെ കുഞ്ഞൻ ഈ മീന് ഇട്ട് വിൽക്കണ് റോഡ് സൈഡിലിട്ട്. അങ്ങനെ ഞാൻ അവന്റെ ഇന്ന് ഇതിന്റെ കാക്കില് മേടിച്ച് 250 രൂപയ്ക്ക്. പക്ഷെ നല്ല കൊഞ്ചായിരുന്നു. അങ്ങനെ എന്തിനാ അവനെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അതിന്ന് കൂടുതൽ മേടിച്ചു. ചേട്ടന് ഈ കൊഞ്ചിന് കഴിക്കണമെന്ന്. നമുക്ക് നടക്കാൻ പോവാം. അമ്മ വരണില്ലേ നിങ്ങള്? നിങ്ങൾ ഇവിടെ വന്നിരിക്കും. ഞാനാണ് ഇറക്കണത്. വന്നിരിക്കും. അങ്ങനെ ശോഭന കൊഞ്ചിറക്കാൻ പോവാണ്. കൊഞ്ചുമാ ഇത് അതാണ് വലിയ കാര്യത്തിൽ. ഇതെങ്ങനെയാ മറക്കണ? ഇത് കണ്ടിട്ടില്ലേ? നവര ഇറക്കാം. കൊഞ്ചിറക്കോ? എങ്ങനെ നുള്ള? നിങ്ങള് പിന്നെ അറിഞ്ഞൂടാ? ഇതിലെവിടെ അറുത്ത് കളയാൻ തലയും പാലും ഒന്നുള്ളിയാണ് കാണിട്ട്. അമ്പടി വീരി സണ്ണി കുട്ടി. ഞാൻ പറഞ്ഞത് തന്നെ അടുത്ത് വെച്ചിട്ട്. അയ്യോടി ചുരുക്കം പറഞ്ഞാ ഇതിന് നല്ല ജോലി അറിയാം കേട്ടാ. നമ്പറും കാണിച്ച് ഒരറ്റത്ത് പോയി ഇരിക്കണേന്ന്. മക്കള് മാറിക്കോട്ടെ. അമ്മമ്മ അവിടെ ഇരിക്കട്ടെ. അതെങ്ങനെ പിഴയ്ക്കും അമ്മ? ഇന്നലെ 4:30 കൊണ്ടുവന്നിട്ട് 6 മണിക്ക് എടുത്തപ്പോ പരുവം പഴച്ചില്ല. ഇന്ന് പൊന്നോമനെ
നിങ്ങളൊരു തരത്തിലല്ല. ചെലപ്പെടുത്തോണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അറിയാം അല്ലേ? അയ്യോ അയ്യോ ഒരു പാത്രം ആർക്ക് അമ്മ ചെരുപ്പ് എടുത്തിടമ്മ. നിങ്ങൾ എന്തിനു കാണിക്കണം നിന്നോണ്ട്? ആ പച്ച ബക്കറ്റ് ഇങ്ങ് എടുത്താണ് അമ്മ. എന്നാ കുഞ്ഞാ പച്ച ബക്കറ്റ് ഇടുക്കളെ വേസ്റ്റ് ഇടാൻ. ഇങ്ങിട്ടടമ്മ കാല് നീക്കി പിച്ചാറ്റിങ്ങതാ. കുഞ്ഞാ അമ്മയ്ക്ക് ആ സ്റ്റൂളിങ് എടുത്തേടി. സ്റ്റൂള് ഏത് സ്റ്റൂളാണ് ഈ വീട്ടിലുള്ളത്? നന്ദൂസേ മക്കളെ അമ്മയ്ക്ക് ആ സ്റ്റൂളിങ് എടുത്തേടാ. അമ്മച്ചി അങ്ങനെ സത്യമായിട്ടും അമ്മയ്ക്ക് എല്ലാ ജോലിയും അറിയാം. അമ്മ സൂപ്പറായിട്ട് ജോലി ചെയ്യുകയും ചെയ്യും. എല്ലാ ജോലിയും അറിയാം. അമ്മ നല്ല അടിപൊളിയായിട്ട് പാചകവും ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ചെയ്യാത്തതാണ്. എല്ലാവരും ചെയ്താലേ പറ്റുള്ളൂമായിരുന്നു. അമ്മ ഞാൻ നുള്ളാം, നിങ്ങൾ നുള്ളണ്ട. എനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇതാണ് എന്റെ കമ്മല്, പുതിയ കമ്മല്. എന്തരീ ഒരു മോഡൽ, ഒരു എല്ലാം ഞാൻ ചെയ്യാം. എല്ലാം ഞാൻ ചെയ്യാം. ഇനിയെല്ലാം നിങ്ങൾ ചെയ്യോ? അല്ല അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ അകത്ത് കയറൂലല്ലോ. അകത്ത് കയറാതെ എങ്ങനെ അടുക്കള പണി ചെയ്യണം? കടുകട് പൊട്ടി കൊഞ്ച് കറി അതിനകത്തിട്ട് കറി ആയേം ചെയ്തു. ഞാൻ എന്റെ വീട്ടിനകത്ത് കയറൂല. നീ വരെ അടുക്കള എടുത്തന്ന് ഞാൻ കേറാം. അടുക്കള കെട്ടിത്തന്നാ ഞാൻ കേറാം. അതായത് വെളിയിൽ അടുക്കള കെട്ടിത്തന്നാ കേറാന്നാ? അതെന്തൊരു ഏർപ്പാടമ്മ? അതിന് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഒരു അടുക്കള കെട്ടിത്തരാന്ന് പറഞ്ഞത് ദാറ്റ്സ് ഇമ്പോസിബിൾ. ശോഭന ഇമ്പോസിബിൾ. അടിപൊളിയായിട്ട് നുള്ളണ്. അവർക്ക് ജോലി ചെയ്യാൻ ചെയ്യും. അറിഞ്ഞൂടെ ആര് പറഞ്ഞത്? ചെയ്യാൻ പറ്റുമോ ഇത്? ഒരു വാവയ്ക്ക് പറ്റൂല. വാവ കുറച്ചും കൂടെ കഴിയുമ്പോ അമ്മ ചെയ്യിക്കും, പേടിക്കണ്ട. അമ്മയാവുമ്പോ ഞാൻ വളരാവുമ്പോ ചേച്ചിയാവുമ്പോ പെൺപിള്ളേരായ വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് തന്നെ വളരാൻ കേട്ടാ. ഞാൻ പാത്രം കഴുകും. പാത്രം എന്തൊക്കെ ചെയ്യൂന്ന് പറഞ്ഞൂടെ ഹലോ ഗൈസിന്? ഹലോ ഗൈസിന് എന്തൊക്കെ ചെയ്യും? പാത്രം കഴുകും, സ്റ്റൂളെടുത്ത് പാത്രം കഴുകും, സ്റ്റൂളെടുത്ത് പാത്രം കഴുകും, പിന്നെ കപ്പ് കഴുകും, പിന്നെ എടുത്ത് ദോശ കഴിക്കും. അത് കഴിക്കണത്. പിന്നെ തുണി കഴുകുമല്ലോ. തുണി കഴുകും. വലവരക്ക് ഞാൻ അകത്താവും തോപ്പ. അതോ കഴിവാൻ പോണു. കാണിച്ചോട് കൊച്ചു തുണി കഴുകണ കാണിച്ചോട്. പ്രേക്ഷകർ കാണട്ടെ എന്റെ പിള്ള തുണി കഴുകാൻ പോണ എങ്ങനെയെന്ന്. സോപ്പ് ഉണ്ടോ? അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശോഭന ജോലി ചെയ്യുന്നത് ഞാനും കണ്ട്, നാട്ടുകാരും കണ്ട്. പണ്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നു. പണ്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഒന്നും ചെയ്യാത്തത്. അതിപ്പോ ചെയ്യാത്ത പണ്ട് എന്തേലും ഇല്ല. എനിക്ക് നഖമൊന്നും ഇല്ല. എവർക്കും നഖം നല്ല നഖമുണ്ട്. മക്കൾ അങ്ങ് പോ മക്കളെ. ഈ കൊഞ്ചിന്റെ ഇടയിൽ കിടന്ന് വരാതെ മക്കൾ അകത്ത് പോ. ഇന്ന് ജോലി ഉണ്ട്. പണ്ട് ജോലി ഞാൻ ഉണ്ട്. ഞാൻ മാത്രം ജോലി ചെയ്യും. അതുകൊണ്ട് നിനക്ക് അമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ? നിങ്ങക്ക് ഇന്നും ജോലി ചെയ്തൂടെ? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് ഓരോ ജോലി ചെയ്യുമ്പം പെണ്ണെ ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വന്ന് ചെയ്യാത്തത്? ഇപ്പൊ എല്ലാ ജോലി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സഹായിക്കാണ്ട് പറ്റൂല. അതായത് ഇന്ന് കൊഞ്ച് നുള്ളിയെന്ന് കരുതിയിട്ട് ഇനി ജോലിയൊന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? പറഞ്ഞാ മതി. അത് ഇതിനാണ് മലയാളത്തിൽ കഴപ്പ് രോഗം എന്ന് പറയുന്നത്. ഇതാണ് കഴപ്പ അന്നവരാ. നിങ്ങൾക്ക് എന്തൊരു അറിയണം നിങ്ങളോട് നിങ്ങൾ അമ്മ നിങ്ങൾ വിചാരിക്കും പോലെ അല്ല ശോഭന. ശോഭനയ്ക്ക് എല്ലാ ജോലി അറിയാം.
ശോഭന അമ്മ മീൻ കറി വെക്കണ എങ്ങനെയെന്ന് പറഞ്ഞോടി. അവര് മീൻ കറി വെക്കണ രുചിയൊന്നുമില്ല. മല്ലിയും മുളകും തേങ്ങയും കൂടെ അരയ്ക്കണം. അരച്ച് തേങ്ങ അരച്ചിട്ട് പുളി അരച്ച് പുളി ചേർക്കണം. പുളി അരച്ച് അതിനെ വരച്ച് 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 പതുക്കെ ഇടണം. എന്റെ ദേഹത്ത് തെറിക്കണം. നിങ്ങൾ പതുക്കെ ഇടണേ. അങ്ങനെയാണ് മീൻ വെക്കണത് അല്ലേ? ഇന്നെ കെട്ടിക്കൊണ്ടുവന്ന ജോലി തന്നെ കെട്ടിക്കൊണ്ടുവന്ന എന്നെ കാണാനില്ല. എന്നെ കാണാനില്ല. എന്നെ കാണാനല്ലേ? കേൾക്കണുണ്ടോ സുധീഷ്ണ? ഞാൻ ഇവിടെ എന്തിനാ എന്നെ കെട്ടിക്കൊണ്ടുവന്നാ? നിങ്ങൾ ജോലി ചെയ്യാനാണോ തന്നെ? ജോലി എടുത്താലേ ജീവിക്കാം. അതെന്തൊരു ഏർപ്പാട്? എനിക്ക് വയ്യ, എനിക്ക് അസുഖമുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്തൊരു കുരു മോൻ പെണ്ണെട്ടിക്കൊണ്ട് വന്നല്ലേ, അമ്മാവിയാണ് എല്ലാം അടുക്കളയിൽ കയറി വ്യാപിച്ച് പറക്കി വിളമ്പി പിന്നെ മോനും മരുവക്കും കൊടുക്കുന്നത്. അത് അറിഞ്ഞൂടെ? എന്നെ പറഞ്ഞ ചോദിച്ചു കൈ വയ്യ. ഇനിയിപ്പൊ അസുഖം വരും. ഇനി അസുഖം വരും. ഇനി അസുഖം വരും. കളന്ന അമ്മ കളന്നല്ലേ? എല്ലാ വീട്ടിലും അമ്മാവിയാരാണ് വ്യാപിച്ച് പറക്കി കൊടുക്കുന്നത്. എനിക്ക് നിന്നെ കെട്ടിക്കൊണ്ട് എടുത്ത് ആരും വ്യാപിച്ച് തന്നില്ലേ? ഇനി എന്തൊരു പട്ടിണി കിടന്ന നമ്മളെ ആരുമില്ല. ആരുമില്ലേ? പാക്കാ പാക്കാ പാക്ക പാക്കാ പാക്ക പാക്ക. ഇവിടെ വിലയാണ് ഇവിടെ കെട്ടിക്കൊണ്ട് വന്ന അവൻ. അവിടെ അങ്ങ് പോകുമ്പോഴേ, അവിടെ വീട്ടിൽ പോകുമ്പോഴേ, അങ്ങ് വീട്ടിൽ പോകുമ്പോഴേ പിന്നെ ഇവിടെ ആര് വ്യാപിക്കും? അന്നേരം ഞാൻ വ്യാപിക്കും. അവളെ വീട്ടിൽ വേവിക്കൂലി പിന്നെ. അപ്പൊ ഇവിടെ തിന്നാനൊന്നുമില്ല. അമ്മച്ചിമ്മനും കൂടെ വ്യാപിച്ച് തിന്നണ. അല്ല നിനക്ക് അടുക്കളയിട്ടാണ് ഒന്ന് ഷീറ്റ് ഇറക്കിയത്. ഒന്ന് മിണ്ടാതിരിയമ്മ. നിങ്ങൾ പോയാണ് അവസാനം ഇവര് ഈ ഷീറ്റ് എടുത്ത് അവിടെ ഇടണേം കാണും. ഇവിടെ കിടന്ന് അയ്യോ എനിക്ക് അടുക്കള കെട്ടി തന്നില്ലേ എന്നും പറയണത് ബഹളം വെക്കും. മിണ്ടായിരിക്കും. എനിക്കും നഖമില്ല. കൊഞ്ചൊക്കെ എന്നുള്ള അറിയാം. പണ്ട് ഇതൊക്കെ തന്നെ ഞാൻ ചെയ്തിരുന്നു. ഞാൻ പണ്ട് വന്ന് നിങ്ങളോട് ഓരോ ജോലി ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ ചെയ്യൂലല്ല. നിങ്ങൾ അന്ന് ഒന്നും ചോദിക്കൂല. ഒന്നും ചോദിക്കൂല. ആര് ചോദിക്കൂല? ചോദിക്കും ഞാൻ ഒന്നും പറയില്ല. അന്ന് വല്ലതും മിണ്ടി പറയേ ചെയ്യൂ. അമ്മ വൃത്തിയാവണില്ല. അമ്മ ഞാൻ ചെയ്യാം. ഇനി ചെയ്യണ്ട. എന്താ തോൽവി ശരിയാവണില്ല അമ്മ. ആദ്യത്തെ ആ ഒരു ആരോഗ്യമൊന്നും ഇപ്പൊ ഇല്ല അമ്മ. ഞാൻ എടുക്കാം. ഞാൻ ചെയ്യാം. പെണ്ണെ മിണ്ടാരി ഒന്നും ചോദിക്കുമ്പോ മക്കളെ മിണ്ടാതിരി. ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ തലയിൽ കൂടെ കിടന്ന് തലകുത്തണം പറയാതെ. അവരങ്ങനെ തന്നെ. അവരെ ഉടുപ്പ് അമ്മ ഉടുപ്പ് കാത്തത് അവര് നാരണം. നമുക്കെന്ത് ശരി അതിന് പറയണ്ട. മിണ്ടാതിരി കുഞ്ഞാ. ജോലി ചെയ്യുമ്പം വേണം അതിന്ന് അഭ്യാസം കാണിക്കണം. ഓഹ് കയ്യിൽ കൊണ്ടു. കുഞ്ഞാ മാറ കുഞ്ഞാ. അയ്യോ തെറിച്ച്. അതല്ലേ പറഞ്ഞത്. വാക്ക് കിട്ടണില്ല. പണ്ട് എന്റെ കൈക്ക് സുഖം ഉണ്ടായിരുന്നാ? സുഖമുണ്ടായിരുന്നു. തൂത്തുമൊക്കെ ജോലി ചെയ്യും. അതില് ജോലി ചെയ്യും. വീടൊക്കെ വൃത്തിയാക്കണം. എടി കുഞ്ഞാ നീ ഇത്തിരി മാറ്. എനിക്ക് 2 സാരി ഇത്തിരി മാറാൻ പറ. ചോദിച്ചാ ഒരു അമ്മ മീൻ കൈ മുഴുക്കൊണ്ട് വേണ്ട. കൈയും കാലം കഴുകിട്ട് പോ. കുഞ്ഞ് കൈയും കാലം കഴിവിട്ട് പോ. കഴുകിട്ട് പോ. പിണങ്ങിയോ വാവ പിണങ്ങിയാ? പിണങ്ങിയില്ലെങ്കിൽ ഇഞ്ഞ് വാ. പിണങ്ങിയില്ലെങ്കിൽ ഇഞ്ഞ് വാ. അയ്യോ എന്റെ പിള്ള പിണങ്ങിപ്പോയി. പൊന്നു ഇവിടെ നിന്നവരെ ഓട്ടിച്ചു വിട്ട്. വാക്ക് കിട്ടണില്ല. എനിക്ക് നടുവിന് പ്രശ്നമുണ്ട്. അപ്പൊ അവളിങ്ങനെ ചാരി കിടന്നപ്പോ പറ്റണില്ല.
കാലത്ത് മീൻ കൊണ്ട് വരുമായിരുന്നു, മീനെ കൊണ്ടുവരുമായിരുന്നു. ആളുകള് വിറ്റൊന്ന് വാങ്ങിക്കുമായിരുന്നു, മുണ്ടയൊക്കെ വാങ്ങിക്കുമായിരുന്നു. അവളൊക്കെ വാങ്ങിക്കുമായിരുന്നു. മീന് വേണ്ടി വരുമായിരുന്നു. ഞാൻ പോവൂല, നമ്മൾ പോവൂല. കാര്യം ഞാൻ പോവൂല. എന്ത് പോവാത്തതിന് കാര്യം ഉണ്ടാവുമല്ലോ. ഞാൻ മേഞ്ഞു മീന് വാങ്ങിക്കാൻ ഞാൻ പോവൂല. ചന്തയില് പോവൂലേ? ചന്തയിൽ പോവൂല. പിന്നെ ഞാൻ പോവില്ല. അമ്മ ഇവരെങ്ങനെ പോണത്? തന്നെ ആ ഇപ്പൊ പോവൂല. ഇപ്പഴല്ല, പണ്ട് 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 ഞാൻ പോവില്ല. ചാത്തി അമ്മ 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 നിങ്ങള് മണ്ണന്തല ചന്തയിൽ പോവായിരുന്നെന്ന് ഞാൻ അശരീരി കേട്ടല്ല. ചന്തയിൽ പോവായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ പോവൂലെന്ന് പറഞ്ഞ കള്ളി. ഞാനിപ്പ പോവില്ല. ഇപ്പഴല്ല, പിന്നെ പണ്ട് 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 പോവുമായിരുന്നു. ആ അപ്പോഴും നിങ്ങൾ എങ്ങനാ ചന്തയിൽ പോവും? ഞാൻ പോവും. പൈസയാ? കാലത്ത് പൈസ അമ്മ അവിടുന്ന് പൈസ എങ്ങനെയാ അമ്മ? അമ്മ അപ്പൂവ തരും. അപ്പൂപ്പ മരിച്ചതിന് ശേഷം പൈസ എങ്ങനെയാ? അപ്പൂപ്പ മരിച്ചതിന് ശേഷം പോലെ ബാങ്കിൽ പൈസയുണ്ട്. മുക്കോല ബാങ്കിൽ പലിശ ഉണ്ടാ? പലിശ ഉണ്ട്. അമ്മ വാങ്ങിച്ചോണ്ട് അത് വാങ്ങിക്കോ അല്ലേ? അതെടുത്ത് മീനൊക്കെ വാങ്ങിക്കോ? ഓ അതാണ്. ഈ മുക്കോല ബാങ്കിൽ പലിശ നോക്കുമ്പോ ആൾക്കാർ ചോദിക്കും അതെന്താ അങ്ങനെയെന്ന്. അമ്മയ്ക്ക് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റ് എടുത്ത് അമ്മയുടെ കാര്യങ്ങളൊക്കെ കൊള്ളാൻ കിട്ടും. അങ്ങനെയായിരുന്നു കേട്ടാ. വസ്തു വിറ്റ പൈസയാ? വസ്തു വിറ്റ പൈസ ഒന്നും പറയണ്ട. വസ്തു വിറ്റ പൈസ ഇപ്പോഴും കടക്കാര് പറഞ്ഞാലും കേൾക്കാനേ. അമ്മ കൊണ്ടുവന്ന് അന്നത്തെ 100-ന്റെ 500-ന്റെ നോട്ട് കൊണ്ടുവന്ന് കടയിൽ കൊടുക്കും. 100 500 തന്നെ? എന്തോ ഞാൻ മറന്നുപോയി. അത് കൊണ്ടുവന്ന് കടയിൽ കൊടുത്തിട്ട് ഒരു ചായ ഒരു കടിയും വാങ്ങിച്ചിട്ട് ബാക്കി പൈസ അവിടെ നിർത്തും. എന്നിട്ട് കിട്ടണ എത്രയാണ് അത്രയും വാങ്ങിക്കും, അല്ലാതെ ബാക്കി വാങ്ങത്തില്ല. അങ്ങനെ കൊറേ പേര് പണക്കാരായി അല്ലേന്നെ? പണ്ടെന്നെ എന്നെ പറ്റിയിരിക്കുവായിരുന്നു. തന്നല്ലേ? ഈ കടയിലമ്മ പണ്ട് ഇവര് സ്ഥിരം പോണ കടകളുണ്ട്. മണ്ണന്തല ഭാഗത്ത്. ആ ഭാഗത്തല്ലേ പോളൂ. 1-2 ദിവസം പ്യാരൂർ കടയെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാവർക്കും അറിയാം. വീഡിയോയിൽ എല്ലാരും പറയുന്നുണ്ട് ഈ അമ്മയെ ഞാൻ പേരൂർക്കട വെച്ച് കണ്ടിട്ടുണ്ട്, അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ താഴെ വരുന്നു പണ്ടേ ഓടിക്കൊണ്ട് കിടക്കുവല്ല. തൂക്കുപാത്രം ആട്ടി എല്ലാരും പറഞ്ഞേക്കാം അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഇവിടെ തന്നെ. ചോദിക്കുന്ന സാരി പൊതി ഉണ്ടായിരുന്നോ? അതെന്തൊരു പൊതിയിലെന്തൊരു പൈസയാ? ആഹാരം. അത് തന്നെ. പൈസയൊക്കെ ശോഭനരായിരുന്ന പൈസ ആരും തട്ടിക്കൊണ്ടൊന്നും പോലും. ഇതുപോലെ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത് തന്നെ. മണ്ണുതല ചന്തയിലേക്ക് പോയി. ഉറക്കെ പറ. മണ്ണുതല ചന്തയിലേക്ക് പോവായിരുന്നു. ഇപ്പൊ ഞാൻ പോവില്ല. ഇപ്പൊ ചുമ്മാ പണ്ട് മണ്ണന്തല പോയപ്പോ വണ്ടി തട്ടിയ കഥ പറ. വണ്ടി തട്ടിയാ? ഏത് വണ്ടി? ഒരു വണ്ടി. എന്തൊരു വണ്ടി? ബസ്സാ? അത് തട്ടി ഞാൻ പോയില്ല. എവിടെ തട്ടിയത്? കാലി. എന്നിട്ട് പിന്നെ പോയില്ല. പോവൂലേ? ഓ അതെല്ലാം പോട്ട്. നമ്മള് കല്യാണം കഴിഞ്ഞ് നമ്മള് നാലുമുക്കിൽ താമസിക്കുന്നു. ആ സമയത്ത് ഞാൻ കാപ്പി കൊടുത്തു വിടും. അപ്പൊ അന്ന് രാവിലത്തേക്കും ഉച്ചക്കലത്തേക്കുള്ളത് കൊടുത്തു വിടും ചേട്ടന്റെ കയ്യിൽ. രാവിലെ കൊടുത്തു വിടും. അപ്പൊ ചേട്ടൻ ജോലിക്ക് പോകുന്ന സമയത്ത് നാലുമുക്ക് തന്നെ ഇവിടെ അടുത്താണേ, കുടപ്പനക്കുന്നില്. ഇവിടുത്തെ 1 കിലോമീറ്റർ.
അപ്പൊ നമുക്ക് അതിനകത്തൊന്നും ഇതിനകത്ത് കയറാൻ പറ്റൂല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഇതിനകത്തൊന്നും എനിക്കോ കുഞ്ഞുങ്ങൾക്കോ കയറാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ നമുക്ക് എന്നെ കാണാനൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ വല്ലപ്പോഴും കാണാൻ അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഇറങ്ങി പാണേ ഇങ്ങനെ അവർ ഓട്ടിച്ച് വിടുമായിരുന്നു. അന്ന് ഇങ്ങനെയല്ല, ടെമ്പർ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ചേട്ടൻ കാപ്പിയും ചോറും ഒക്കെ കൊണ്ടുവരുന്ന ദിവസം ഒരു ദിവസം കൊണ്ടുവന്നപ്പോഴത്തേക്കും അന്ന് കയറ്റം നമുക്ക് പൂട്ടിയാനുള്ള പ്രൊവിഷനൊന്നും ഇല്ല. അവരെ വീട് അവരെ കയറ്റി അവരെ സ്വാതന്ത്ര്യം എങ്ങനെയായിരുന്നു. വന്നപ്പോൾ കാല് മുഴുവൻ നീര്, കാല് ഭയങ്കര നീര്, ഇറങ്ങി വന്നില്ല. നോക്കിയപ്പോ കാല് ഭയങ്കര നീര്. അങ്ങനെ വൈകുന്നേരം അപ്പൊ ചേട്ടൻ നേരെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം എന്നോട് വന്നപ്പം കാപ്പി അതുപോലെ കാപ്പിയാണ് കൊണ്ടുവരണേ വൈകുന്നേരം. കാപ്പി അന്ന് ചോറൊന്നും വേണ്ട, എന്തെങ്കിലും മതി രാത്രി. കാപ്പിയും കൊണ്ടുവന്നപ്പോ ചേട്ടൻ ഒന്നുകൂടെ നോക്കിയപ്പോ നല്ല നീര്. അങ്ങനെ എടുത്ത് പേരൂർക്കട കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുപോയപ്പം കാലിന്റെ ഇവിടെ അത്രയും പൊട്ടല്, ഞരിയുര പൊട്ടലുണ്ട്. ഓ വാങ്ങിരു നന്ദൂസേ, അവിടെ അടിയായി, ഞരിയുര പൊട്ടലുണ്ട്. അതെന്തിനമ്മ കാറ് കയറിയതാ, കാറ് കയറിയത്. അയ്യോ മക്കള് സൂക്ഷിച്ചു പോയി. പേരൂർക്കട വെച്ചിട്ട് ഏതോ കാറുകാരെ ഇവര് ഒതുങ്ങിയൊന്നും നടക്കൂല, റോട്ടിൽ കൂടെ നടക്കുള്ളൂ. അങ്ങനെ നടന്നപ്പം ഏതോ കാറുകാർ വണ്ടി ഒന്ന് കയറ്റി കാലിൽ കൂടെ കയറ്റിയിട്ട് വണ്ടി നിർത്താതെ അവര് പോയി. കാലില് പൊട്ടലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എടുത്തു. അതിലും വലിയ സങ്കടം. നമുക്ക് പ്ലാസ്റ്റർ ഇടുന്ന ഒന്നും അല്ല പ്രശ്നം, ഇവര് ഊരിക്കളയും. നമ്മൾ ഇന്നും എടുത്ത് പ്ലാസ്റ്റർ ഇട്ടിട്ട് രാവിലെ ഇപ്പൊ ഈ വീട്ടിൽ വെച്ചിട്ടും പൊട്ടലൊന്ന്. അപ്പൊ നമ്മൾ ഇതുപോലെ എന്ത് അടിച്ചു തന്നാ ഞാനും കരഞ്ഞു പോണല്ലേ. ആണാ? ചോദ്യം ചെയ്യും അമ്മ. മീൻ അറത്തോട്ട്, മീൻ അറക്കണ കൈ കൊണ്ട് തന്നെ ഞാൻ ചോദ്യം ചെയ്യും. ഇതാണ്ട ചോര ഉണ്ട് അമ്മേരെ കൈ. ഇത് കണ്ട അമ്മ ആരോട് കരയാൻ, ആരോട് പറയാൻ. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട ഊരിക്കളയും. നമ്മള് രാവിലെ വന്ന് പ്ലാസ്റ്റർ വീണ്ടും കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുവന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ട് വൈകുന്നേരം ഫുഡ് കൊടുക്കാൻ വരുമ്പോ അതിനെ ഊരിക്കളയുമ്പോ നീരാ. നോർമലി ഒരു മനുഷ്യന് ഒരു മാസം കൊണ്ട് കാല് ഊറി പിടിക്കുമെങ്കിൽ ഇവർക്ക് 5 മാസം എടുത്ത് ഊറിയെടുക്കാൻ. അത്രയ്ക്കും ടഫാണ്, അഡ്ജസ്റ്റും ചെയ്യൂല. ഓ പൊന്നോ, ചില്ലറ പൊടിപ്പായിരുന്നാ അല്ലേ? അതിനുശേഷമാണ് പിന്നെ നമ്മള് എവിടെ പോണെങ്കിലും, അല്ല അതിനുശേഷവും നമ്മൾ ഗേറ്റ് പൂട്ടൂലായിരുന്നു. ഇവിടെ താഴെ വെച്ചിട്ട് ഒരു ബൈക്കുകാരൻ കാലിൽ കൂടെ കയറ്റി. ചുമയുടെ മരുന്നുണ്ട്, ഞാൻ തരാം. ചുമയുടെ മരുന്നുണ്ട്. അത് ബൈക്കുകാരൻ കാലിൽ കൂടെ കയറ്റിയെന്ന് വെച്ചാൽ അയാളെ മനഃപൂർവ്വം കയറ്റിയതല്ല. അതിനുശേഷം നമ്മൾ പൂട്ടിയൊന്നും ഇട്ടില്ല. പക്ഷെ നമ്മള് ജോലിക്ക് പോകുമ്പോൾ, ഞാൻ ജോലിക്ക് പോകുമ്പോഴും ചേട്ടൻ പോകുമ്പോഴും ഇറങ്ങിപ്പോയിട്ട് ഒരു ദിവസം ഇവര് റോഡ് ക്രോസ് ചെയ്ത് പോയപ്പോ താഴെ ബൈക്കുകാരൻ വീഴാൻ പോയി. അതായത് ഇവര് ശ്രദ്ധിക്കൂലല്ലോ, ഇവരങ്ങ് നിപ്പിലങ്ങ് എടുത്ത് ചാടി പോവുകയല്ലേ ചെയ്യണേ. അപ്പം ഓപ്പോസിറ്റ് വന്ന ബൈക്കുകാരൻ വീണു. അങ്ങനെ ചേട്ടനോട് കടക്കാരൻ, ആ ചേട്ടൻ പറഞ്ഞ്, എടാ അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, ഇതുപോലെയാണ്, ഇങ്ങനെയാണ് സംഭവം. സ്ഥിരം കടയിൽ പോവായിരുന്നു, ഇങ്ങനെയാണ് സംഭവം എന്ന് പറയും. അവിടെ പോയി പറയും അവളൊന്നും തരണില്ല. കടയിൽ പോയി പറയും അവളൊന്നും തരണില്ല, നേരം വെളുത്ത് ഒരു ഭാഗത്ത് തിന്നില്ല എന്ന് പറഞ്ഞ് കടയിൽ പോയി വാങ്ങിച്ചിരുന്നു. അല്ലേ അമ്മ? തന്നെ. അപ്പൊ അവര് ചോദിക്കും, സിനിമയ്ക്ക് പോവാം. അവര് കടക്കാര് ചോദിക്കും അവളൊന്നും തന്നില്ലേന്ന് ചോദിക്കും. കാര്യം അവർക്കൊക്കെ എന്നെ അറിയാം. അപ്പൊ ഇവര് പറയും തന്നില്ല എന്ന് പറയും. വൈകുന്നേരം ആകുമ്പോൾ ചേട്ടൻ്റെ പറയും അവര്, എടാ അമ്മ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ച് കഴിച്ചെന്ന് പറയും. അപ്പൊ ചേട്ടൻ വഴക്ക് പറയും, അവള് കൊടുത്തിട്ടല്ലേ പോയത്, എന്തിനു കൊടുക്കണേന്ന്. പക്ഷെ അവർക്ക് പേടി എന്ന് വെച്ചാൽ അവിടെ പോയി ബഹളം ഉണ്ടാക്കുമ്പോൾ അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ അവര് കൊടുത്തില്ലെങ്കിൽ നിൽക്കുന്ന ആൾക്കാരോട് പറയും, ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായെന്ന് പറയും. അപ്പൊ അവര് വാങ്ങിച്ചു കൊടുക്കും. ഓ പന്ന നമ്പറായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞാന് ഗേറ്റ് പൂട്ടിയിടാൻ തുടങ്ങി. അയ്യോ ഒരു ദിവസം നമ്മൾ നോക്കിയപ്പോണ്ട് ഞാൻ ഫ്രണ്ട് ഗേറ്റ് പൂട്ടിയിട്ടിട്ട് പോയിട്ട് വൈകുന്നേരം പാലും അങ്ങ് താഴത്തെ കടയിൽ ചെന്നപ്പോ അപ്പൂപ്പൻ പറയുന്നു, അമ്മായി എന്തോ കൊണ്ട് പോകണം. അപ്പൊ ഞാൻ പിന്നെ അതെങ്ങനെ ശരിയാവും, അമ്മാവി ഞാൻ ഗേറ്റ് പൂട്ടിയിട്ടിട്ടല്ലേ വന്നേന്ന് പറഞ്ഞു. അപ്പൊ ആ മാമൻ പറഞ്ഞു, ഇല്ല അമ്മാവി പോണത് കണ്ടെന്ന് പറഞ്ഞു. മാമനും മാമിയും പറഞ്ഞു. അപ്പൊ എനിക്കൊരു സംശയം. അങ്ങനെ ഞാൻ താഴത്തെ ഹോട്ടലിൽ പോയി ചോദിച്ചപ്പോ പറഞ്ഞു, ഓ ഇന്ന് വന്നിരുന്നെന്ന്. ഞാൻ നോക്കണു ഗേറ്റ് പൂട്ടിയിട്ട് പിന്നെ ഇത് ഇവരെങ്ങനെ പോയെന്ന് എനിക്കും അത്ഭുതം. നോക്കിയപ്പോണ്ട് ബാക്ക് ഗേറ്റിൽ കൂടെ അന്നൂടെ കാട് പിടിച്ചിരുന്നു. അപ്പൊ നമ്മളൊരു പ്രതീക്ഷ അതുവഴി പോകൂലായിരിക്കുമെന്നായിരുന്നു. ബാക്ക് ഗേറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അവതിലൊരു പൂട്ട് വാങ്ങിച്ച് അതിനകത്തുനിന്നിട്ട് പൂട്ടി. നമ്മളൊരു ഗതികേട് നോക്കണേ. നീ ഒരുത്തി കാരണമൊന്ന് ഒരിടത്തും പോകാത്തത് തന്നെ. ഞാൻ ഒരുത്തി ഉള്ളതുകൊണ്ട് ജീവനോടെ ഇപ്പൊ കിടക്കണം. ഇല്ലെങ്കിൽ ഇതിനോടകം പടമായേനെ. അങ്ങനെയല്ലേ റോഡിൽ കൂടെ നടക്കണം. ഓ ഒന്ന് പോല
ഒന്ന് നമ്മളിവിടെ ഒരുമിച്ച് എല്ലാരും ഉള്ളപ്പോഴും ചായയും കുടിച്ചോണ്ട് തൂക്കും കൊണ്ടുവന്ന് ചായയും മാറ്റും അവിടെ ഓ അത് തന്നെ എന്തൊരായിരുന്നു ചായ ചായ തൂക്ക് കൊടുക്കുന്ന ആട്ടിയായിട്ട് ഹലോ ഗൈസിന്റെ അടുത്ത് പറ നമ്മള് ഇന്ന് സിനിമയ്ക്ക് പോകണാണ്. ഓ ഹലോ ഗൈസ് നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോകുന്നു. ഏത് സിനിമ പറഞ്ഞുവിട്. പറഞ്ഞു കൊടുക്കമ്മ. ബാലൻസ് കാണാൻ പോകുന്നു. നാണി വന്നു എനിക്ക് നാണി. നമ്മളെ സിനിമ കാണും, അവള് നമ്മളെ ശല്യം ചെയ്തോണ്ടിരിക്കും. ഇല്ല പിന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആരും ഇല്ലായിരുന്നായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പയ്യ കയറ്റി കിടന്ന് പോയി വടയും മാറ്റി ചായയും മാറ്റി വാഴയ്ക്ക് ഒരു തുണ്ടൂര് അവർക്ക് കൊടുക്കൂല. ഒഴിച്ചു കൊണ്ടുവച്ച് ഇവരിവിടെ അവരെ സങ്കടമാണ്, ഒരു തുണ്ടൂര് അവർക്ക് കൊടുക്കൂല. പൊളിച്ചൊന്ന് അമ്മാവൻ കഴിച്ചു. അങ്ങനെ ഞാൻ വാങ്ങിക്കാൻ അവർക്ക് കൊടുക്കേണ്ട ആവശ്യത്തിന് അവര് ആണെങ്കിൽ അവര് വാങ്ങിച്ചു. അതന്നെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു തിന്നണം. നിങ്ങൾ എന്തിനാ അവര് വാങ്ങിച്ചോ, അവരേ ആയിരുന്നു വാങ്ങിക്കണം. അതിപ്പം ഇങ്ങനെ നിങ്ങൾക്കും കൂടെ തരണോന്ന് പറഞ്ഞാൽ നടക്കണം. ആരുമാണ് അല്ലേ? കാല് കഴിക്കണം. മക്കളെ പോ, അകത്ത് പോ. എത്ര മണിയായ? അറിഞ്ഞിട്ട് എന്തിനായി? മണി 2 അതെന്തിനു ചോദിക്കട്ടെ, അറിഞ്ഞിട്ട് എന്തിനാന്ന് അറിയട്ടെ. അറിഞ്ഞിട്ട് എന്തിനായി പറ. വേറെയില്ല. പറയല്ല, ഞാൻ അറിയണമില്ല. അറിഞ്ഞിട്ട് പറയണില്ല. ഞാൻ വേണമെങ്കിൽ തുപ്പി കാണിച്ചു തരാം. ചായക്ക് സമയമായോണ്ട് അറിഞ്ഞണ്ടേ. മീനറുത്തോണ്ടിരിക്കുമ്പോ നീ ചായയുടെ കാര്യം മറന്നുപോയാലോ. പോണേ. എത്ര രൂപയായ? 1000 രൂപ. കേട്ടാ 1000 രൂപ? അയ്യോ, ഇത് 1000 രൂപ. അയ്യോ, നമ്മള് ജോലിക്കാരുടെ അടുത്ത് പോയപ്പോ പോണേ. അവിടെ കൊറേ ഓ, അവ അവിടെ അയ്യോ, വിശ്വസിക്കണില്ല. 1000 രൂപ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കണില്ല. ആരോ വന്ന് എന്തരമ്മ കൊടുക്കാൻ പകുതി കൊഞ്ച് അവർക്ക് കൊടുക്കൂന്ന്. കൊഞ്ചു കൊടുക്കൂല നമ്മ. 1000 രൂപ വാങ്ങിച്ചു തരാനില്ല. 2000 രൂപയ്ക്ക് എനിക്ക് കാണാം. അവർക്കും വേണമെന്ന്. ഇപ്പൊ എന്ത് ചെയ്യും? പകുതി കൊഞ്ചും വേണം, 2 സാരിയും വേണം. കൊടുക്കോ? കൊടുക്കോ അമ്മ? തരൂല, ആരും തരൂല നിങ്ങക്ക്. ഈ വീട്ടിൽ നിന്ന് ആരും തരും. കണ്ണ് മാത്രമേ കഴിക്കുള്ളൂ. അതിലൊക്കെ എടുത്തോണ്ട് പോവും. അമ്മ കൊഞ്ച് നുള്ളിയിട്ട് അമ്മ എണീറ്റ് പോയി. ഇതിനിടയ്ക്ക് കോർപ്പറേഷനിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ വന്നോണ്ട് എല്ലാരും പോയി. 4 വാക്കിനായി. ഇനി ഇതേ നവര കണ്ടിക്കുന്നു. ഉണ്ടാരേ നവര പാടാണേ കണ്ടിക്കയില്ലെങ്കിൽ. ഇതിപ്പോ നല്ല പച്ച മീനാ, ഫ്രഷ് മീൻ ആയതുകൊണ്ടാണ്, നല്ല മീൻ ആയതുകൊണ്ടാണ് ചെതുമ്പലെടുക്കുമ്പോ സൈഡ് അറ്റു പോവാത്ത. ഇല്ലെങ്കിൽ എനിക്ക് എപ്പോഴും മുള്ളേറി കൊള്ളണ ചെതുമ്പലെടുക്കുമ്പോ ഇത് വെച്ചൊരു കുത്തു കൊടുക്കട്ടെ ആ പെണ്ണിന്. ഇത്ര കുത്തു കിട്ടിയെന്നറിയോ? പോയി മക്കളത് ചെതുമ്പല് എങ്കളാ. അപ്പൊ നമ്മുടെ ഫിഷ് കട്ടിങ് കഴിഞ്ഞ് ഇനി പ്രിപ്പറേഷൻസ്. കൈ മുറിഞ്ഞ് പോവാം. നിർത്തണം എന്ന് പറ, ടാറ്റ പറ. മണക്കണ നാറ്റോന്ന് പറയും നമ്മൾ. മീൻ മണക്കണം. അയ്യോ സോപ്പ് എടുത്ത